ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഞ്ജുവിൻ്റെ റൂമിൽ നിന്ന് വർഷ അഞ്ജുവിനെയും രാഹുലിനെയും കാണുകയാണ്. എന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരരുതെന്ന് രാഹുൽ ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അഞ്ജുവിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ, എന്നാൽ ഇപ്പം തന്നെ എല്ലാവരോടുമായി കാര്യം പറയാമെന്ന് വർഷ അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അത് പറ്റില്ല, നാളെ പറ്റുള്ളൂ, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട്. ഒരു അവസ്ഥയിൽ ആന്റിയുടെ മുന്നിലേക്ക് വന്നാൽ ആകെ നാണക്കേടാവും. ഇത് മാത്രമല്ല, ഇപ്പൊ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനു മുന്നേയും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാണക്കേടാണെന്ന് രാഹുൽ അങ്ങനെ പറയുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, ശരി, ഞാൻ തന്നെ രാഹുൽ ചേട്ടനെ ആരെയും കാണാതെ പുറത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് എന്നോട് റൂമിലേക്ക് കയറി പോകാനായി പറഞ്ഞ് രാഹുലിനെയും വിളിച്ചുകൊണ്ട് പക്ഷെ അങ്ങനെ പുറകിലത്തെ വഴിയിലൂടെ അങ്ങനെ പോവുകയാണ്. വേഗാണെങ്കിൽ ഏത് കള്ളനാണെന്ന് അറിയാനായി ബാക്കിലൂടെ എല്ലാം തിരയുന്നുണ്ട്. അപ്പോഴാണ് വർഷയും രാഹുലും അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ അങ്ങനെ കണ്ട് വിവേക് ആകെ ഷോക്കാവുന്നുണ്ട്. വിവേക് എന്നിട്ട് വർഷയെ തെറ്റിദ്ധരിക്കുകയാണ്. വർഷ എന്നിട്ട് ആകെ പേടിച്ചുകൊണ്ട് വിവേകിനോട് പറയുന്നുണ്ട്, പ്ലീസ് വിവേക്, ഇത് ആരോടും പറയരുത്, രാഹുലേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം, ഇതിനുവേണ്ടി സഹായിക്കണമെന്നൊക്കെ അങ്ങനെ പറയാണ്. വിവേക് ആണെങ്കിൽ ദേഷ്യത്തോടെ രാഹുലിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, ശരി, ഞാൻ ഇവനെ രക്ഷപ്പെടുത്താം, നിന്നെ ഓർത്ത് മാത്രമാണ്, നിനക്കൊരു ചീത്തപ്പേര് വരണ്ട എന്ന് കരുതി. വർഷേ, നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കൂടെപ്പിറപ്പാണെന്ന് പറഞ്ഞ് ഇവൻ എന്നെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വിവേക് രാഹുലിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് രാഹുലിനെ പുറത്തെത്തിച്ചതിനു ശേഷം പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. രാഹുൽ അപ്പൊ താങ്ക്സ് പറയാണ് വിവേകിനോട്. വിവേക് ആണെങ്കിൽ ദേഷ്യത്തോടെ ഒന്ന് പോടാ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് വിവേകിനോട് വർഷ പോയി പറയുന്നുണ്ട്, വിവേക് എന്നെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഇതുവരെ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എല്ലാം നേരിട്ട് കണ്ടപ്പോൾ എല്ലാം വിശ്വാസമായി പറഞ്ഞുകൊണ്ട് വിവേക് പോകാനായി നിൽക്കുമ്പോൾ വർഷ വിവേകിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിവേക്, ഒരു മിനിറ്റ്, എനിക്ക് നാളെ വരെ ഒന്ന് സമയം തരണമെന്ന് പറയാണ്. എന്നാൽ തിരിച്ചൊന്നും പറയാതെ വിവേക് ആണെങ്കിൽ വർഷയുടെ കൈ മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വിവേക് അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ ആ കള്ളനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേക് അപ്പ പറയുന്നുണ്ട്, എന്തായാലും ആ കള്ളനെ കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോ നമ്മുടെ വീട്ടിലെങ്ങാനും ഉണ്ടോ എന്ന് നോക്കാം, നമുക്ക് പോയി നോക്കാം മമ്മി എന്ന് പറഞ്ഞ് വിവേകും മല്ലികയും വസുന്ധരയും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം വിവേക് നേരെ അങ്കിത്തിനെ കാണാനായി പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അങ്കിത്തിനോട് പറയാണ്. ഒരു കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് രാഹുലിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ വർഷയെ സ്നേഹിച്ചത്, പക്ഷെ അവൾ എന്നെ തേച്ചു. അങ്ങനെ വിവേക് പറയുമ്പോൾ അങ്കിത്ത് പറയുന്നുണ്ട്, എടാ, നിനക്ക് അവളോടായിരുന്നില്ലേ ഇഷ്ടം, അവൾ നിന്നെ ഇഷ്ടമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ട് മനസ്സിൽ ആരാണെന്ന് അറിയാതെ അവളെ സ്നേഹിച്ച് തുടങ്ങിയതാണ് പ്രശ്നം. എന്നിട്ടും നിനക്ക് പ്രതീക്ഷ തരുന്നത് പോലെ അവൾ നിന്നോട് ഇതുവരെ പെരുമാറിയിട്ടില്ലല്ലോ, എപ്പോഴും അവളും നീയും വഴക്കല്ലേ, ഒക്കെയല്ലേ നീ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് അങ്കിത്ത് അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ വിവേക് ആണെങ്കിൽ വർഷയോടുള്ള ദേഷ്യം അങ്കിത്തിനോടും കാണിക്കുകയാണ്. പിന്നീട് അങ്കിത്തിനോട് പറയുന്നുണ്ട്, നാളെ വരെ അവൾ സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തായാലും അവൾക്ക് സമയം കൊടുക്കുന്നില്ല, ഞാൻ നാളെ അവളുടെ കൂടെ വയനാട്ടിലേക്ക് പോകുന്നില്ല, അവൾ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോട്ടെ, വേണമെങ്കിൽ അവളുടെ രാഹുലിനെ തന്നെ വിളിച്ചിട്ട് പോയിക്കോട്ടെ എന്നൊക്കെ രാഹുൽ അങ്ങനെ പറയാണ്. അങ്കിത്തപ്പ പറയുന്നുണ്ട്, അവൾക്ക് കൈക്ക് വെയ്യാത്തതല്ലേ, നീ പോകാമെന്ന് ഏറ്റതുമാണ്, ഇനിയിപ്പോ അവളോട് വരില്ല എന്ന് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിവേക് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അവളുടെ കൂടെ പോവില്ല എന്ന് തീർത്ത് പറയാണ്. അപ്പോഴേക്കും അങ്കിത്തിന്റെ ഫോണിലേക്ക് ശിവ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിത്ത് നാളെ എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് കാണാൻ അസൗകര്യമുണ്ട്, നാളെ ഞാൻ വർഷയുടെ കൂടെ വയനാട്ടിലേക്ക് പോവുകയാണ്, വിവേകം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്കിത്ത് പറയുന്നുണ്ട്, അതിന് നിങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നില്ലല്ലോ, വിവേക് എന്നോട് പറഞ്ഞോ പോകുന്നില്ലെന്ന്, അവനിതാ എൻ്റെ അടുത്തുണ്ട്, അപ്പോഴാണ് അവൻ ആ കാര്യം പറഞ്ഞതെന്ന് അങ്കിത്ത് അങ്ങനെ പറയുമ്പോൾ ശിവ പറയുന്നുണ്ട്, എങ്കിൽ ശരി അങ്കിത്ത്, നാളെ വയനാട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ശിവ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം അഞ്ജുവും വർഷയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വിവേക് വർഷയെ തെറ്റിദ്ധരിച്ചതിനെ കുറിച്ച് അഞ്ജു അങ്ങനെ പറയുന്നുണ്ട്. വർഷ അപ്പൊ പറയുന്നുണ്ട്, അയാൾ എന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നങ്ങനെ പറയാണ്. അതിനുശേഷം അഞ്ജുവിനെ രാഹുലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് വർഷ അങ്ങനെ അഞ്ജുവിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. പിന്നീട് വസുന്ധരയും മല്ലികയും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശിവ വരുന്നത്. ശിവ എന്നിട്ട് വസുന്ധരയോട് പറയുന്നുണ്ട്, ആന്റി, നാളെ അങ്കിത്ത് ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ
വസുന്ധര ചോദിക്കുന്നുണ്ട് നാളെയൊപ്പം നിനക്ക് വയനാട്ടിലേക്ക് പോവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നാളെ വയനാട്ടിലേക്ക് പോകുന്നില്ല, നാളത്തെ യാത്ര ക്യാൻസൽ ചെയ്തെന്ന് വിവേക് പറഞ്ഞു. എന്നോടല്ല പറഞ്ഞത്, അങ്കിത്തിനോടാണ്. അങ്ങനെ ശിവ പറയുമ്പോൾ വസുന്ധര പറയുന്നുണ്ട് അത് ശരിയാവില്ല, പോകുന്നില്ല എന്നുള്ള കാര്യം അവൻ എന്നോട് നേരിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് വസുന്ധര അങ്ങനെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിവേകും വരുന്നത്. വിവേക് എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനിത് ഇപ്പൊ പറയുന്നു, ഞാൻ വയനാട്ടിലേക്ക് പോകുന്നില്ല, നാളെ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഞ്ജുവും വർഷയും വരികയാണ്. വസുന്ധരയാണെങ്കിൽ വിവേകിനോട് തർക്കിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, കുട്ടിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ നിന്നോട് പോവാൻ പറഞ്ഞത്, നീ തന്നെയല്ലേ അവളെ കൊണ്ടുപോകാമെന്ന് ഏറ്റതും, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ വസുന്ധര അങ്ങനെ വിവേകിനോട് ദേഷ്യപ്പെട്ടു പറയാണ്. എന്നാൽ വിവേകാണെങ്കിൽ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ നാളെ എന്തായാലും വർഷയെ കൊണ്ട് ഞാൻ വയനാട്ടിലേക്ക് പോവില്ലെന്ന് തീർത്തു പറയാണ്. വർഷയോടുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് വിവേക് ഇങ്ങനെയെല്ലാം പറയുന്നത്. അഞ്ജുവിനും ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. അഞ്ജു എന്നിട്ട് വർഷയോട് അതെല്ലാം പറയുന്നുമുണ്ട്. പിന്നീട് വസുന്ധര തർക്കിച്ചുകൊണ്ട് വിവേകിനോട് നാളെ പോവണമെന്ന് പറയാണ്. വിവേക് അങ്ങനെ അത് സമ്മതിക്കുകയാണ്. ഇപ്പൊ പറയുന്നുണ്ട് ശരി ആന്റി, വർഷയുടെ കൂടെ ഞാനും കൂടി പോകാമെന്ന് അങ്ങനെ പറയാണ്. അങ്ങനെ വർഷയും വിവേകും അഞ്ജുവും കൂടി വയനാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അഞ്ജുവും വർഷയും പിന്നീട് സംസാരിക്കുന്നുണ്ട്. വർഷ ചോദിക്കുന്നുണ്ട് നാളെ നിനക്ക് രാഹുലേട്ടന്റെ വീട്ടിലേക്ക് പോവണ്ടേ, പിന്നെ എങ്ങനെ നീ എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നുണ്ട് അത് എൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലേ, നാളെ ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വരും, എന്നിട്ട് വഴിയിൽ വെച്ച് ഇറങ്ങും, എന്നിട്ട് രാഹുലിൻ്റെ കൂടെ പോവും, പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എനിക്ക് പിന്നീട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരാമല്ലോ, അപ്പോൾ പിന്നെ ആൻറ്റിയും ഇവിടെയുള്ളവരൊന്നും ഒന്നും അറിയുകയുമില്ല എന്നങ്ങനെ അഞ്ജു വർഷയോട് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നാളെ ആ വിവേകിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകണമെന്നാണോ നീ പറയുന്നത്, അത് നടക്കില്ലെന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട് അതിനെന്താണ്, നീ അവൻ്റെ കൂടെ തന്നെ പോകണമെന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ വർഷ വിവേകിൻ്റെ കൂടെ തന്നെ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും അഞ്ജുവിൻ്റെ അടുത്തേക്ക് ശിവ വരുന്നുണ്ട്. വന്നിട്ട് അഞ്ജുവിനോട് പറയുന്നുണ്ട് അഞ്ജു താങ്ക്സ്, നാളെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, നീ വർഷയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്, അവളെ നന്നായിട്ടൊക്കെ തന്നെ നോക്കണമെന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട് അവളെ മാത്രമല്ല വിവേകേട്ടനെയും നല്ലോണം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശിവ പറയുന്നുണ്ട് വേണ്ട, വിവേകേട്ടൻ നോക്കിക്കോളും, നീ വർഷയെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ശിവ അവിടെ നിന്ന് പോവുകയാണ്. അഞ്ജു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതോടെ എല്ലാത്തിനും ചിലപ്പോൾ തീരുമാനമാകും. കാത്തുവെച്ച ആ കസ്തൂരി മാമ്പഴമുണ്ടല്ലോ വിവേക്, അവനെ ചിലപ്പോൾ വർഷ കൊത്തിക്കൊണ്ടു പോകുമെന്ന് അഞ്ജു അങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം അവളെ വയനാട്ടിലേക്ക് മമ്മി പോവാനായി നിർബന്ധിച്ചു എന്നുള്ള കാര്യം വിവേക് അങ്ങനെ അങ്കിത്തിനെ വിളിച്ചു പറയാണ്. അങ്കിത്തപ്പം വിവേകിനോട് പറയുന്നുണ്ട് ശരി, നീ അവൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചാരിറ്റിയാണെന്ന് മാത്രം ഇതിനെ കരുതിയാൽ മതി, നാളെ അവളോട് മിണ്ടാനേ പോവണ്ട എന്നൊക്കെ അങ്കിത്ത് അങ്ങനെ വിവേകിനോട് പറയുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.